ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സ്നേഹാദരണീയരായ അൽ ഹിക്മ ദർസെ ഹദീസിലെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ റിയാദുസ് സ്വാലിഹീനിലെ ഹദീസുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. നമ്മൾ ഈ ഹദീസുകൾ കേൾക്കുന്ന അന്നു മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ ഗവേഷണങ്ങൾ നടത്തി, പഠനങ്ങൾ നടത്തി കണ്ടെത്തേണ്ട കാര്യങ്ങളല്ല. നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ് ഈ ഹദീസുകളിലെല്ലാം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഹദീസ് തന്നെയാണ് ഇന്നും നമുക്ക് പറയുവാനുള്ളത്, പഠിക്കുവാനുള്ളത്. ഹദീസ് ശ്രദ്ധിക്കുക. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള ഹദീസുകൾ തന്നെയാണ് പലതും റിയാദുസ് സ്വാലിഹിലെ ഹദീസുകൾ. പല സന്ദർഭങ്ങളിൽ നമ്മൾ കേട്ടതാണ്. അതൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു ഹദീസ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നയാൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം പറയുകയാണ്. ഫൽയുക്രിം ളൈഫഹു. അവരവരുടെ അതിഥിയെ മാനിക്കട്ടെ, ആദരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരാളുടെ കടമയായിട്ട് പറയുന്നത് അതിഥിയെ ആദരിക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ഹദീസിൽ അതിഥി സൽക്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. അതിഥി സൽക്കാരങ്ങൾ ഇന്ന് മുമ്പത്തേക്കാൾ അധികം വളരെ മനോഹരമായിട്ട്, വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ, കഴിഞ്ഞ കാലത്ത് എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയായിരുന്നു, അതിലെന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ? വിഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, അതിലെന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ? വേറെന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഏതായിരുന്നാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിഥി സൽക്കാരം അല്ലെങ്കിൽ അതിഥികളെ ആദരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ആ ഹദീസിൽ നമ്മൾ കേട്ടത്, വലിയൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് പോലെയാണല്ലോ ഇതിൽ പറയുന്നത്. കാരണം തൻ്റെ ഈമാനുമായി ആഖിറത്തിൽ അവന് വിശ്വാസം ഉണ്ടെങ്കിൽ, അള്ളാഹുവിൽ അവന് വിശ്വാസം ഉണ്ടെങ്കിൽ അവന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം അതിഥികളെ സൽക്കരിക്കലാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് ഈ ഹദീസിൽ വെച്ചിട്ടുള്ളത് അത് തൻ്റെ അള്ളാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്, പരലോകത്തുള്ള വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം ആ വിശ്വാസവുമായി ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പറയണമെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം ഇതിനെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. മുമ്പൊരു ഹദീസിൽ ഞാൻ പറഞ്ഞിരുന്നു, അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാകുവാനുള്ള എല്ലാ കാര്യങ്ങളെയും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് അവതരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് അതിഥിയെ സൽക്കരിക്കുക എന്നുള്ളത്. നമുക്ക് അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എപ്പോഴും ഈ അതിഥിയെ സൽക്കരിക്കുക എന്നുള്ള സ്വഭാവം നമുക്ക് റസൂലിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഇത് റസൂലാകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ലഭിച്ച് വീട്ടിലേക്ക് വന്ന് പേടിച്ച് വിറച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കാര്യങ്ങളുണ്ട്. സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ കുറഞ്ഞ കാര്യങ്ങൾ പറയുന്നതിൽ തന്നെ എടുത്തു പറയുന്ന കാര്യം, താങ്കൾ ഒരു പേടിയും പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. താങ്കൾ അതിഥികളെ സൽക്കരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്.
അപ്പോൾ അതിലെടുത്ത് പറയുന്നൊരു കാര്യം, അന്ന് തന്നെ റസൂൽ ആകുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവമായിട്ട് അള്ളാഹുവിൻ്റെ ഖദീജ ബീവി പറയുന്നൊരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ അതിഥികളെ സൽക്കരിക്കുന്നവനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഈ വിഷയവുമായി മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഈ അതിഥിയെ സൽക്കരിക്കാത്ത ആള് ലാ ഖൈറ ഫീമൻ ലാ യളീഫു, ലാ ഖൈറ, ഒരു ഖൈറുമില്ല അവൻ്റെ ജീവിതത്തിൽ എന്നുള്ളതാണ്. അപ്പൊ അതിഥികളെ സൽക്കരിക്കാത്തൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഖൈറും ഉണ്ടാവുകയില്ല, ഒരു ബർക്കത്തും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. സുഫിയാൻ സൗരിയെ പോലുള്ള മഹാന്മാരായ ആളുകൾ പറയുന്നത്, ഒരു അതിഥിയെ സൽക്കരിക്കുന്ന ഒരു രൂപം പറയുന്നുണ്ട്, സൽക്കരിക്കേണ്ട എങ്ങനെയാണെന്ന് രൂപം പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഭക്ഷണം എടുക്കട്ടെ എന്നുള്ളത്. ഈ സുഫിയാനു സൗരിയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഭക്ഷണം എടുത്തു കൊടുക്കുക, ചിലപ്പോൾ ഭക്ഷണം എടുക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ ചിലപ്പോൾ വേണ്ട എന്നുള്ളത് അതിൻ്റെ ഒരു മാന്യമായ വർത്തമാനം പറഞ്ഞു എന്ന് വരും. പക്ഷെ അതുപോലും ചോദിക്കരുത്, ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കേണ്ടതില്ല, അങ്ങനെ സൽക്കരിക്കണം അവനെ എന്നുള്ളതാണ് സുഫിയാൻ സൗരിയെ പോലുള്ള ആളുകൾ പറയുന്നത്. 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, 3 ദിവസം അവർ നമ്മുടെ അതിഥികളാണ്, 3 ദിവസം അവരെ അങ്ങനെ ആ രീതിയിൽ തന്നെ സൽക്കരിക്കണം. 4ാമത്തെ ദിവസം മുതൽ നമ്മൾ സൽക്കരിക്കുന്നത് സ്വതക്കയാണ് എന്നുള്ളത്. അപ്പോൾ എന്താ ഈ സ്വതക്കയാണ്, അത് മറ്റത് ആ അതിഥിയായിട്ട് സൽക്കരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരുടെ അവകാശമാണ്. 3 ദിവസം അവരവിടെ താമസിക്കുന്നുണ്ട് എങ്കിലും അവരെ സൽക്കരിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ സൽക്കരിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അതിഥി സൽക്കാരത്തിൽ ചിരിപൂണ്ട ഒരു സംഭവം പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാതെ അതിൽ നമുക്ക് വലിയൊരു ഗുണപാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ചിരിച്ചുപോയി എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അതിഥി സൽക്കാരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരാൾ വരികയാണ്. ആ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഉടനെ തന്നെ വീട്ടിലുള്ള ആളുകളോട് ചോദിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നമുക്കൊരു അതിഥി ഉണ്ട്, എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് സ്വന്തം വീടുകളിലുള്ള ആളുകളോടാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പം ആദ്യം ചോദിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ചോദിച്ചു, വീട്ടിൽ ഒന്നുമില്ല എന്നുള്ളതാണ്, വെള്ളമല്ലാതെ ഒന്നുമില്ല എന്നുള്ളിടത്തേക്കാണ് മറുപടി കിട്ടുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലുള്ള ആളുകളോട് ചോദിക്കുകയാണ്, ആരാണ് ഇയാളൊന്ന് സൽക്കരിക്കുക, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഇദ്ദേഹത്തെ സൽക്കരിക്കുക, നമ്മളൊരു അതിഥിയാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ ഒരാൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു സഹാബി ഈ അതിഥിയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് വീട്ടിലുള്ള ഭാര്യയോട് പറയുന്നുണ്ട്, നമുക്കിന്നൊരു അതിഥിയുണ്ട്. ഭാര്യ പറയുന്നുണ്ട്, നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണം അല്ലാതെ ഒന്നും ഇവിടെ ഇല്ലല്ലോ. അത് ആ കാലഘട്ടത്തെ കൂടി ചിത്രീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചോദിച്ചപ്പോഴും അവിടെ വെള്ളമല്ലാതെ ഒന്നും ഇല്ല ഭക്ഷിക്കാൻ എന്നുള്ളതാണ്. അപ്പം സ്ഥിരം എല്ലാ ദിവസവും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നോട് സൂചിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അങ്ങനെ ഈ സഹാബി പോയിട്ട് വീട്ടിൽ ചോദിക്കുമ്പോൾ സഹാബിയോട് ഭാര്യ പറയുന്ന മറുപടി, മക്കൾക്കുള്ള ഭക്ഷണം അല്ലാതെ ഒന്നുമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല, നീ ഭക്ഷണം വിളമ്പിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ അവിടെ കൊണ്ടുപോയി വെക്കുക, ഭക്ഷണം വിളമ്പി വെക്കുക, എന്നിട്ട് വിളക്ക് കത്തിക്കുക. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു, ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. രണ്ടുപേരും മുഖാമുഖം ഇരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് ഈ വിളക്കൊന്ന് നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് വിളക്കിനെന്തോ പ്രശ്നമുള്ള പോലെ വിളക്കൊന്ന് എടുത്തിട്ട് നന്നാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വിളക്ക് കെടുത്തുകയാണ്. ആ കെടുത്തിയിട്ട് പിന്നെ കത്തിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു ഹിക്മത്താണ്, ഇത് രസകരമായ സംഭവമാണ്. എന്താണ് കാര്യം, ഇവിടെ ഭക്ഷണമായിട്ടുള്ളത് ഒരാൾക്കോ അല്ലെങ്കിൽ ഈ മക്കൾക്ക് കൊടുക്കാനുള്ള അത്രമാത്രം ഭക്ഷണമാണുള്ളത്. രണ്ടാളും കൂടെ ഒപ്പം ഇരുന്ന് വെളിച്ചത്തിലിരുന്ന് കഴിക്കുമ്പോൾ അവർ ചോദിക്കൂല, നിങ്ങളെന്താ ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മളെ കൂടി നിർബന്ധിക്കുമല്ലോ. അപ്പം ആ ഒരു നിർബന്ധിക്കലില്ല, ഇത് ഈ അതിഥിക്ക് വേണ്ടിയുള്ള ഭക്ഷണം മാത്രമാണുള്ളത് എന്ന്, എൻ്റെ ഭക്ഷണം മാറ്റി വെക്കാം ഇന്നത്തേത് എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളത് തോന്നിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ആ സംഭവം മുന്നോട്ട് പോവുകയാണ്. പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരൻ ഇന്നലെ ചെയ്ത അതിഥി സൽക്കാരം കണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചിരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ കേട്ട സംഭവമായിരിക്കും. പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്നൊരു പാഠമുണ്ട്. നമ്മൾ അതിഥി സൽക്കാരത്തിൽ
ഒട്ടും പിറകിലല്ല, പിന്നിലല്ല എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മുസ്ലിങ്ങളെ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ അങ്ങനെ ഒരു പ്രചരണവുമുണ്ട്. അതിഥി സൽക്കാരത്തിൽ അവർ വളരെ മാന്യരാണ്, അവർ അതിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്ന്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പള്ളിയിൽ ഒരാൾ വരികയാണ്, നമ്മൾ ക്ഷണിച്ച ആളുകളെ, അതിഥികളെ സൽക്കരിക്കുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കാറില്ല. അവർക്ക് വേണ്ട ഏറ്റവും മുന്തിയ ഭക്ഷണങ്ങളാണ് വാങ്ങിക്കൊടുക്കാറുള്ളത്. എന്ന് മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരെ ഏറ്റവും മുന്തിയ ഹോട്ടലിൽ കൊണ്ടുപോയി സൽക്കരിക്കുന്നതിലും നമ്മൾ യാതൊരു പിശുക്കും കാണിക്കാറില്ല. അതിലും തന്നെ നല്ല വിഭവങ്ങൾ വാങ്ങിക്കൊടുക്കാറ് നമ്മൾ പതിവാണ്. എന്നാൽ ഇങ്ങനെ വീട്ടിലും നമ്മൾ ക്ഷണിക്കാതെ നമ്മുടെ നാട്ടിൽ പള്ളിയിൽ വന്നിട്ടുള്ള ഒരു അതിഥി, ആ അതിഥിയെ സൽക്കരിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം ജാഗ്രത കാണിക്കാറുണ്ട്? ആ ജാഗ്രത കാണിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, ഇതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിഥി സൽക്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. നമ്മൾ സാധാരണ യഥാർത്ഥത്തിൽ അതിഥി സൽക്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെയും അതുപോലെ തന്നെ നമ്മൾ ക്ഷണിച്ചു വരുത്തിയവരെയും ഒക്കെ സൽക്കരിക്കുന്നതിൽ മാത്രമല്ല, ഇങ്ങനെ വന്നിട്ടുള്ള ഒരു അതിഥിയെ നമ്മൾ അവിടെയാണ് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഓർക്കേണ്ടത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആര് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവോ, നമുക്ക് അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വാസമുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കേണ്ട, അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇങ്ങനെ ഒരു അതിഥി നമ്മുടെ പള്ളിയിൽ വന്നു, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ എവിടെയോ വന്നു, അദ്ദേഹത്തെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കുക. അതിലും മാന്യത നമ്മൾ കാണിക്കണം. നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ ചോദിക്കണം. ആ പള്ളിയിലെ പള്ളിയിൽ ഉള്ള ഒരാളുണ്ടാവും, സാധാരണ ഓരോരുത്തരോടും ഇങ്ങനെ പറയലാണ്, നിങ്ങൾ കൊണ്ടുപോയി. അങ്ങനല്ല, നമ്മൾ ആദ്യം നമ്മളെ വീട്ടിൽ ചോദിക്കണം. ഇല്ല എങ്കിലാണ് മറ്റൊരാൾക്കത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളത് കൊണ്ടുപോകൂ, കൊണ്ടുപോകൂ എന്നുള്ളത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ്. അതാണ് ഈ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റൊരു സംഗതി അതിഥി സൽക്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാലത്ത് നമ്മൾ അതിഥി സൽക്കാരം മാത്രമല്ല, നമ്മുടെ കാര്യത്തിലൊക്കെ ധൂർത്ത് വല്ലാതെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ധൂർത്ത് എന്നുള്ളത് എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ധൂർത്ത് നമ്മുടെ ഇടയിലൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വളരെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതിനെ സമീപിക്കേണ്ടത്. ധൂർത്തുണ്ടോ, നമ്മളെ ഈ സൽക്കാരങ്ങളിൽ ദുർവ്യയമുണ്ടോ, ധൂർത്തുണ്ടോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. അതിഥി സൽക്കാരം എന്നുള്ള നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ ഹദീസുകളിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ഞാൻ തന്നെ മുമ്പ് ഒരു ഹദീസ് മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പറയുന്നൊരു കാര്യം, ഈ അതിഥി സൽക്കാരവും അതിനു വേണ്ടിയുള്ളതാണ്. ഈ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ള അതിഥി സൽക്കാരം. അതിലും ശ്രദ്ധിക്കേണ്ട ഒന്ന്, ധൂർത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. വിവേചനം ഉണ്ടാകാൻ പാടില്ല. അതിൽ മനുഷ്യരെ രണ്ടായി തരംതിരിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അതല്ല വിശ്വാസവും, ഇതിൻ്റെ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളതിൻ്റെ തെളിവ് അതല്ല. രണ്ട് വിഭാഗമാക്കിയിട്ട് മനുഷ്യരെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവരെ ആദരിക്കുക എന്നുള്ള, ഏത് അതിഥിയാണെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ആദരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അതിഥി സൽക്കാരത്തിൽ. മൂന്നാമത് ഞാൻ പറഞ്ഞു, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിലാണ് ഈ അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. അപ്പം ആ അതിഥി സൽക്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അതിഥിയെ സൽക്കരിച്ചു കഴിഞ്ഞു, അതോടുകൂടി നമ്മുടെ ദൗത്യം തീർന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. അവരെ യാത്ര അയക്കുന്നതിലും നമ്മൾ മാന്യത കാണിക്കണം. യാത്ര അയക്കുമ്പോഴും പല വീടുകളിലും നമ്മൾക്ക് അനുഭവിച്ച ആളുകളായിരിക്കും നമ്മളൊക്കെ. അതിലുള്ള ഒരു ഊഷ്മളത, ചെറിയ കാര്യമാണ് കേട്ടോ, ചെറിയ കാര്യമാണ്, പക്ഷെ അതിലുള്ള ഒരു ഊഷ്മളത വളരെ വലുതാണ്. നമ്മൾ കൊടുത്ത ഭക്ഷണത്തേക്കാൾ ചിലപ്പോൾ അവർക്ക് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന കാര്യമായിരിക്കും. അവർ പോവുകയാണ് എന്ന് നമ്മൾ ഇറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ, എന്നാൽ നമ്മൾ കൈ കൊടുത്ത് സലാം പറഞ്ഞ് വീട്ടിൻ്റെ അകത്ത് നിന്ന് തന്നെ പിരിഞ്ഞ് നമ്മൾ നമ്മുടെ ജോലിക്ക് പോകുന്നതിന് പുറമെ അതിനപ്പുറം
നമ്മൾ അവരുടെ കൂടെ ഇറങ്ങുകയും അവരെ വാഹനത്തിൽ കയറ്റുകയും ഒപ്പം നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആ റോഡിലേക്കോ അല്ലെങ്കിൽ മുറ്റത്തിലേക്കൊക്കെ ഇറങ്ങി അവരെ ഒപ്പം നിന്നിട്ട് അവരെ വളരെ ഹൃദ്യമായിട്ട് യാത്രയക്കുക എന്നുള്ളതും അതിഥി സൽക്കാരത്തിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് മാത്രമല്ല, നമുക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്കും അതിൽ നിന്ന് നമുക്ക് ഹൃദ്യമായൊരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അത് നമ്മൾ മനുഷ്യൻ തമ്മിലുള്ള ബന്ധം ഊഷ്മളാക്കാനാണല്ലോ ഈ അതിഥി സൽക്കാരമൊക്കെ നടത്തുന്നത്. അപ്പോൾ ഓരോരുത്തരെയും കൈ കൊടുത്ത് അവരെയൊക്കെ യാത്രയക്കുന്നതിലും നമ്മൾ ഈ സൽക്കാരം കാണിക്കണം. അതും ഒരു സൽക്കാരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളെ അതിഥികളെ മാന്യമായി സൽക്കരിക്കുകയും അതുപോലെ തന്നെ അവരെ മാന്യമായി യാത്രയക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് ആ മനസ്സുണ്ടാക്കി തരുമാറാകട്ടെ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന അതിഥികൾ, പള്ളിയിലൊക്കെ വരുന്ന അതിഥികളെ ഈ രീതിയിൽ സൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ എല്ലാവരുടെയും വന്നു പോയിട്ടുള്ള പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. നമ്മളൊക്കെ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കി തരുമാറാകട്ടെ. اللهم يسر أمورنا ووسع قلوبنا اللهم يسر أمورنا ووسع قلوبنا اللهم زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا وقيامنا وصلاتنا وصيامنا آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.